താൻ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ പത്തനാപുരം ആസ്ഥാനമാക്കി താലൂക്ക് അനുവദിക്കാൻ തുക അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ എം മാണി പറഞ്ഞു. എനിക്കുള്ള സംതൃപ്തി ഞാൻ ഇക്കൊല്ലത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രഖ്യാപിച്ച താലൂക്ക്, ഞാൻ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ആലോചിച്ചാണ് താലൂക്കുകൾ പ്രഖ്യാപിച്ചത്. UDFന് വേണ്ടി UDF ഗവൺമെന്റ് പ്രഖ്യാപിച്ച, ഞാൻ പ്രഖ്യാപിച്ചായത് ഞാൻ പറയുന്നില്ല, UDF ഗവൺമെന്റിന് വേണ്ടി ഞാൻ എന്റെ ബഡ്ജറ്റിലൂടെ ആ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച താലൂക്ക്, ആ താലൂക്കുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആ കൂടെ പത്തനാപുരം താലൂക്കും കൂടി പ്രഖ്യാപിച്ചു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്നൊരു കാര്യമല്ല, എനിക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എന്നോട് പലരും ചോദിച്ചു, എന്തിനാ പത്തനാപുരം താലൂക്ക്? പത്തനാപുരത്ത് ഇപ്പൊ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പത്തനാപുരത്ത് ഒരു പുതിയ താലൂക്ക് എന്ന് പറയുമ്പോൾ പത്തനാപുരം കേന്ദ്രമായി ഒരു പുതിയ താലൂക്ക് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ നിലയിൽ ഇതൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് ഈ മലയോര താലൂക്കാണിത്. മലയോര താലൂക്ക് പത്തനാപുരത്ത് അതിന്റെ ശക്തി കൂടിയുണ്ട്. UDFന്റെ വലിയ ശക്തി കേന്ദ്രമായത് കേരള കോൺഗ്രസ് മാത്രമാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ലീഗ്, എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരൊക്കെ നമ്മുടെ ഇവിടെ എല്ലാം ശക്തമാണ്. താൻ ധനമന്ത്രിയായിരിക്കുന്ന കാലത്തു തന്നെ പത്തനാപുരത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനാപുരത്ത് നടന്ന കേരള കോൺഗ്രസ് താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ എം മാണി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.